നമസ്തേ. ന്യൂസ് അറ്റ് 4 PM സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. അറബിക്കടലിലെ കപ്പലപകടം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. പ്രഖ്യാപിച്ചത് കൊച്ചിയിലെ MSC LC കപ്പലപകടം. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ. കനത്ത മഴ തുടരും. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്രമായി. വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു. കുമളിക്ക് സമീപം ലോറിക്ക് മുകളിൽ മരം വീണു. വാഹനത്തിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കാൻ ശ്രമം. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്തതിൽ വിമർശനം. ബംഗാൾ സർക്കാർ അഴിമതിയിൽ മുങ്ങി. നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് തുടക്കം. പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവം കോഴിക്കോട് ബീച്ചിൽ. 7 വയസ്സുകാരനെ രക്ഷിച്ചത് ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ. 2 നാടോടികൾ പോലീസ് കസ്റ്റഡിയിൽ. ED ഉദ്യോഗസ്ഥരുടെ കോഴക്കേസ് അന്വേഷിക്കാൻ EDയും ECIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണ ചുമതല ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്. വിജിലൻസ് കേസിന് കാരണമായ ആരോപണങ്ങൾ അന്വേഷിക്കും. കശ്മീരിൽ 2 ലഷ്കർ ഭീകരർ പിടിയിൽ. ആയുധങ്ങൾ പിടിച്ചെടുത്തു. അമിത്ഷാ കശ്മീരിലേക്ക് എത്തുകയാണ്. സുരക്ഷാ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തും. കോഴിക്കോട് വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. മലവെള്ളം കുത്തിയൊലിച്ച് വിലങ്ങാട് ടൗൺ പാലത്തിൽ വന്നു നിറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, വിലങ്ങാട് പുഴയിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിവരങ്ങൾ. നിലിമ, നമുക്കറിയാം വയനാടിന് സമാനമായി ആ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഒരു വീതി മാറുന്നതിന് 1 വർഷം തികയുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മലവെള്ളപ്പാച്ചിൽ എന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ കണ്ടു നിന്നവർ പറയുന്നത്. എന്തായാലും ആ പാലത്തിനോട് അടുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഈ പുഴയുടെ കരയിൽ താമസിക്കുന്നവരോടൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിലങ്ങാട് 20 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുള്ളത്. മഴ ഇത്തരത്തിൽ കനത്തു പെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ വിലങ്ങാടിലെ ജനത വലിയ ഭയത്തിലാണ്. നമുക്കറിയാം അവർ വില്ലേജ് ഓഫീസ് ഉപരോധം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഹർത്താലുകൾ അവിടെ പുരോഗമിക്കുകയാണ്. കാരണം 1 വർഷം പൂർത്തിയായി 130 കുടുംബങ്ങളാണ് ആ സമയത്ത് ദുരിതം അനുഭവിച്ചത്. അതിൽ 30 കുടുംബങ്ങളെ മാത്രമേ സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടുള്ളൂ. ഈ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് അവർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതിയിൽ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഇനി മഴ ഇത്തരത്തിൽ ക്രമാതീതമായി ശക്തമായി പെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ അവിടുത്തെ ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലിമ.
ദിസ്ന സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുകയും വലിയൊരു കുത്തൊഴുക്ക് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടവുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? ഏതെങ്കിലും വിധത്തിൽ ഈ മലകൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള അവിടെ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത്ര വലിയ കുത്തൊഴുക്കിന് കാരണം എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഇത് എന്ന് പറയുന്നത് ഒരു കുന്നിൻ മുകളിൽ, അതായത് ഒരു മലയോര മേഖലാ പ്രദേശം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കുന്നിൻ ചെരുവുകളാൽ നിറഞ്ഞ ഒരു പ്രദേശത്ത് ആളുകൾ താമസിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ അവിടുന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളം സ്വാഭാവികമായി പുഴയിലൂടെ ഒഴുകിപ്പോകും. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണുള്ളത്. ഈ കനത്ത മഴ കാരണം ശക്തമായ രീതിയിൽ പുഴയിൽ വെള്ളം വരികയും മറ്റൊരു സംവിധാനമില്ലാത്തൊരവസ്ഥ. ഈ പുഴ എന്ന് പറയുന്നത് തന്നെ ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായി അതിനുശേഷം ആളുകളുടെ സഹായത്തോടെ വീണ്ടും പുനർനിർമ്മിച്ച ഒരു പാലമാണ്. നമുക്കറിയാം 2-3 ദിവസത്തേക്ക് ഈ വിലങ്ങാട് പ്രദേശത്തേക്ക് പോവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ഈ പാലം മൊത്തത്തിൽ തകർന്നൊരവസ്ഥ, അതായത് ടൗണിനെയും മറ്റു ആളുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഏക പാലം തകരുന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ ഉരുൾപൊട്ടൽ കാലത്തുണ്ടായിരുന്നത്. എന്തായാലും അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നീലിമ, കളക്ടർ അവിടെ എത്തി അവരെ ഒന്ന് സന്ദർശിക്കണം എന്നൊരു കാര്യമാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു സന്ദർശനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശനം നടത്തിയപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടുത്തെ ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള സഹായവും നിലവിൽ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ദുരിത ഫേസിലും അവർ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തുന്നതും ഹർത്താൽ ആചരിക്കുന്നതും നീലിമ. കോഴിക്കോട് വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയാണ്. മലവെള്ളം കുത്തിയൊലിച്ച് വിലങ്ങാട് ടൗൺ പാലത്തിൽ വന്നു നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. വിവരങ്ങളാണ് ദിസ്ന സുരേഷ് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കുമളിക്ക് സമീപം മരം വീണു. ഗതാഗതം സ്തംഭിച്ചു. തമിഴ്നാട് മേഖലയിലാണ് മരം വീണത്. തടികയറ്റിയ ലോറിക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. മനുഷ്യനെ ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, BJP സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. ഇതിലേക്ക് വഴിവെക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ സമീപകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ പറയുന്നത്? രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടി, കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിലാണ് ഈ വന്യജീവികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രാനുമതി തേടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കുമെന്ന് അറിയിച്ചത്. തുടർന്നാണ് ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിലൂടെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത്. സർക്കാരിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ തയ്യാറാകാതെ കേന്ദ്രത്തെ പഴിചാരുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെയും അത് തന്നെയാണ്, തുടർന്നു കൊണ്ടുവരുന്നതും ഈ ഒരു നിലപാട് തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികളൊന്നും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാതെയാണ് ഇത്തരം നടപടികളെന്നാണ് പറയുന്നത്. ഈ അതായത് CAG റിപ്പോർട്ടിലടക്കം ഇക്കാര്യം ഉണ്ടായിരുന്നു. വന്യജീവി സംഘർഷങ്ങൾ, വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് സർക്കാർ പര്യാപ്തമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലേക്കാണ് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന, അതായത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനും ചീഫ് വൈൽഡ് വാർഡന് തന്നെ അധികാരം നിലവിലുണ്ട്. മാത്രമല്ല ഈ കാട്ടുപന്നിയുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനും അധികാരം നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ എത്തിരിക്കുന്നത്, ഇത്തരം സമീപനങ്ങൾ എത്തിരിക്കുന്നത്. ഇത് നിലമ്പൂരെ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇതൊക്കെ കണ്ടുകൊണ്ടൊരു
പ്രഹസനം എന്ന നിലയിലാണ് ഇത്തരം സമീപനങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വിമർശിക്കുന്നു. ഇക്കഴിഞ്ഞ കാലത്ത് ഈ ഒരു അടുത്ത 2-3 മാസത്തിലുള്ള നിരവധി വന്യജീവി മനുഷ്യ സംഘർഷങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. അതുണ്ടാകുമ്പോൾ പോലും പ്രശ്നത്തിന്റെ കാര്യമായ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് പ്രശ്നമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല. വനം വകുപ്പ് മന്ത്രി പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാം പ്രശ്നങ്ങൾ പഠിക്കാമെന്ന് പറയുന്നതല്ലാതെ മറ്റ് സമീപനങ്ങളോ മറ്റ് നടപടികളോ ഉണ്ടായിട്ടില്ല. അതാണ് ഇത്തരം ഈ വന്യജീവി സംഘർഷം കൂടാൻ കാരണമായി വിലയിരുത്തുന്നത്. ഇതാണ് കാര്യമായ രീതിയിലൊരു പ്രതിവിധി എന്ന നിലയിൽ ഇതുവരെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. അതാണ് വീണ്ടും ഈ തുടർച്ചയായി നമ്മുടെ മലയോര മേഖലകളിലെല്ലാം വന്യജീവി സംഘർഷങ്ങൾ കൂടാൻ കാരണമായിരിക്കുന്നത്. അതാണ് സത്യമെന്നിരിക്കെ കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നത്. അല്പസമയം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന വന്നത്. ഈ പ്രസ്താവനയിൽ ഉടനീളം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വന്യജീവി സംഘർഷങ്ങൾ പ്രശാന്ത്, ഈ ഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഒരു സംഭവത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്. ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിലിന്റെ ഒരു വിവാദ പ്രസ്താവനയുണ്ടായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്നാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ അന്ന് പറഞ്ഞത്. പക്ഷേ അതിനെതിരെ സർക്കാർ കടുത്ത നടപടിയെടുക്കുകയും അദ്ദേഹത്തിന് നൽകിയിരുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിരുന്ന ഓണററി പദവി, അതായത് ആ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഓണററി പദവി റദ്ദാക്കുന്ന തരത്തിലേക്ക് പോലും സംസ്ഥാന സർക്കാർ ഒരു കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. ഇത് വളരെ കൃത്യമായ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്നെ അധികാരം നൽകുന്നുണ്ട്. മനുഷ്യന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അത്തരത്തിൽ വളരെ കൃത്യമായ കേന്ദ്ര സർക്കാർ നിർദ്ദേശം മുന്നിലുണ്ട്. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഒരു ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്നത് എന്നതല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? തീർച്ചയായും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ തികച്ചും ഈ കർഷക വിരുദ്ധമായ നടപടികൾ തന്നെ വേണം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ മലയോര മേഖലയിലുള്ള കർഷകർക്കാണ് ഈ കാട്ടുപന്നിയുടെ എല്ലാം ആക്രമണം മൂലം ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ ആ കാട്ടുപന്നി ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അധികാരമുണ്ടെന്നിരിക്കെ അത്തരം അധികാരങ്ങൾ പ്രയോഗിക്കാതെ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ സമ്മതിക്കാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ സമീപനമാണ്. മാത്രമല്ല, ഈ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ കടുവ, പുലി മുതലായവുള്ള വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ചില പരിമിതികളുള്ളത്. ബാക്കി ഉണ്ടാകുന്ന കാര്യങ്ങൾ അതും നിരന്തരമായി മനുഷ്യനെ ഉപദ്രവിക്കുകയും മനുഷ്യന്റെ ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കുവാനും ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുവാൻ ചീഫ് വൈൽഡ് വാർഡന് അധികാരമുണ്ട്. സംസ്ഥാനത്തെ നിയമത്തിനും അത് സാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഇരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കാര്യമായ രീതിയിൽ ഈ നടപടികളൊന്നും സ്വീകരിക്കാത്തത്. അതാണ് ഇത്തരം അടിക്കടി തുടരെ ഇത്തരം സമീപനങ്ങൾ, ഇത്തരം ആക്രമണങ്ങൾ പെരുവാൻ കാരണം. ഇത് സംസ്ഥാനത്തെ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ മലയോര മേഖലകൾ പെടുന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ അടക്കമുള്ള മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. നമ്മൾ ഇടുക്കി ആയാലും ശരി, പാലക്കാടായാലും ശരി, വയനാടായാലും ശരി, നമ്മുടെ മലയോര മേഖലകളിലെല്ലാം സമാനമായ ഒരു സാഹചര്യം നേരിടുന്നുണ്ട്. മലയോര മേഖലകളിൽ ജീവിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു ഭീഷണി നേരിടുന്നുണ്ട്. ആ ഭീഷണിയെ എങ്ങനെ തരണം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്നത് ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ വനം വകുപ്പോ അവരുടെ യോഗങ്ങൾ തീരുമാനിച്ചൊന്നും ഒരു നടപടി എന്ന നിലയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധിക്കാമെന്നൊരു സ്ഥിരം പല്ലവിയാണ് സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി പറയുന്നത്. അത് ഏതൊരു സാഹചര്യത്തിലും അദ്ദേഹം പരിശോധിക്കാമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പരിശോധന നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏത് തരത്തിൽ അത് പരിശോധനകൾ നടന്നു എന്ന കാര്യം നമുക്കറിയില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ വീണ്ടും അപകടങ്ങൾ അല്ലെങ്കിൽ അതായത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാരായി മാറുകയും ഒരു പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരായി മാറുന്നു എന്നതാണ് BJP പ്രധാനമായിട്ടും വിമർശിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ശരി പ്രശാന്ത്, വളരെ കൃത്യമായ നിലപാടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. കൊച്ചിയിലെ MSC LC കപ്പൽ അപകടമാണ് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇത് പ്രത്യേക ദുരന്തമായി തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇത് ഉയർത്തുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ വലിയ ഭീഷണി, അതിനെ ചെറുക്കാൻ ഇനി എന്തെല്ലാം നടപടികളാണ് സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത്?
നീലിമ, ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് കൊച്ചിയിലെ പുറംകടലിൽ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. ഈ അപകടത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ കൂടാതെ കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ തീരദേശ മേഖലകളിൽ അടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം അടക്കം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഈ ഒരു ദുരന്തത്തെ പ്രത്യേക സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൽ 13 ഉണ്ടായ ദുരന്തത്തിന് പിന്നാലെ 13 കണ്ടെയ്നറുകൾ അപകട സാധ്യത കൂടുതൽ ഉണ്ടാക്കുന്നതാണ് എന്ന് ഷിപ്പിംഗ് കമ്പനിയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. 13 കണ്ടെയ്നറുകളിൽ കാർബൈഡ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഈ കാർബൈഡുകൾ തീരത്തേക്ക് എത്തിയിട്ടുമില്ല. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അപകട സാധ്യത കൂടി മനസ്സിലാക്കി പ്രത്യേക ദുരന്തമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. 643 കണ്ടെയ്നറുകൾ ഈ ഫീഡർ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇതിൽ പകുതിയിൽ താഴെ, അതായത് 40-50 കണ്ടെയ്നറുകൾ മാത്രമാണ് സംസ്ഥാനത്തിന്റെ വിവിധ തീരദേശങ്ങളിൽ അടിഞ്ഞിട്ടുള്ളത്. മറ്റ് കണ്ടെയ്നറുകൾ എത്തിയിട്ടില്ല. ഈ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളുണ്ട്. ഒപ്പം തന്നെ രാസവസ്തുക്കൾക്കപ്പുറം ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കളുണ്ട്. ഇതൊക്കെ തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു അപകടത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക ആഘാതങ്ങളടക്കം പഠിക്കണം. കൂടാതെ തന്നെ ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും തീരദേശ മേഖലകളിൽ നിന്ന് നീക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് കൊല്ലം തീരദേശ മേഖലയിൽ ശക്തികുളങ്ങരയിൽ അടക്കം അടിഞ്ഞ കണ്ടെയ്നറുകൾ തീ പിടിക്കുന്ന സാഹചര്യം കൂടിയുള്ള പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ വലിയ രീതിയിലുള്ള അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക യോഗം ചേരുകയും ആ യോഗത്തിൽ ഈ ഒരു അപകടത്തെ വലിയൊരു ദുരന്തമായി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൽ ഓയിലുകളുണ്ട്, ഒപ്പം തന്നെ മറൈൻ ഓയിലുണ്ട്, സൾഫർ അടങ്ങിയ വസ്തുക്കളുണ്ട്, രാസവസ്തുക്കളുണ്ട്. ഇതൊക്കെ വലിയ രീതിയിലുള്ള ആഘാതം കടലിലും കരയിലും ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇതിനെ ഒരു പ്രത്യേക ദുരന്തമായി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ മേഖലകളിൽ ഓരോ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം, ഒപ്പം തന്നെ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ തീരത്തടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിന്റെ പഠനമടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലേക്കും സർക്കാർ എത്തുകയാണ്. എന്തായാലും വലിയ ആശങ്കകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുമുള്ളത്. നീലിമ. ശരി, ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഉണ്ടോ എന്നറിയാൻ സോളാർ സെൻസർ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കടലിൽ കണ്ടെയ്നറുകൾ വീണതിനെ തുടർന്ന് 2 തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രധാനമായും കേരളം നേരിടുന്നത്. എണ്ണപ്പാട കടലിൽ കലരുമോ എന്ന ആശങ്ക. 2, തീരപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ ഉയർത്തുന്ന ഭീഷണി. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ധരുടെ യോഗം ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനിച്ചു. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കണ്ടെയ്നറുകൾ തകർന്ന് തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ പോളി എത്തലീൻ തരികൾ നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉപയോഗിച്ചാണ് മണ്ണിൽ കലർന്ന പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നത്. തുമ്പ തീരത്തെ ക്ലീനിംഗ് ജോലികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും എത്തിയിരുന്നു. കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അറക്കപ്പൊടി ചേർത്തിട്ടുള്ള ചാക്കുകൾ തീരത്തിട്ട്, അതുപോലെ തന്നെ അഴികളിലും പൊഴികളിലും ഒക്കെ ബൂമുകൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഓയിലിന്റെ അംശം അതിഭീകരമായി പടരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ഇതോടൊപ്പം കടലിന് അടിയന്തര കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നതിന് ഇന്നു മുതൽ സോനാർ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പോർബന്ദറിലെ വിശ്വകർമ്മ എന്ന സ്ഥാപനത്തിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി കമ്പനിയുമായി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട്.
ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ DG മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ജനം, തിരുവനന്തപുരം. കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ പൊളിക്കുന്നതിനിടെ ഗ്യാസ് കട്ടറിൽ നിന്ന് തീ പടർന്നു. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചതാണ് തീപിടിക്കാൻ കാരണമായത്. M. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കട്ട് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. ഈ കണ്ടെയ്നറിൻ്റെ ഉൾഭാഗം മുഴുവനും കത്തി നശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിനുള്ളിൽ ഈ സാധനങ്ങൾക്ക് ഒന്നും പറ്റാതിരിക്കാൻ വച്ചിരുന്ന സ്പോഞ്ച് ഭാഗമാണ് മുഴുവനായും കത്തി നശിച്ചിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പുകയാണ് ഈ പ്രദേശത്ത് ആകെ ഉയർന്നത്. നിലവിൽ ഇവിടെയുള്ള മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ, അതായത് ഈ കണ്ടെയ്നറുകൾക്ക് അകത്തുള്ള അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ സിവിൽ ഡിഫൻസിൻ്റെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ജീവനക്കാരുമൊക്കെ എത്തി അവരൊക്കെ മാറ്റുകയാണ്. എന്തായാലും ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ആശങ്ക തന്നെയാണ് ഈ തീപിടുത്തം ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. വലിയൊരു സുരക്ഷാ വീഴ്ച ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നമുക്ക് പറയാം. കാരണം ഒരു മുൻപരിചയമില്ലാത്ത രീതിയിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഈ കണ്ടെയ്നറുകൾ കട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയധികം കാറ്റ് നിൽക്കുമ്പോൾ, ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ അപകടമുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും അവരിത് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെയൊക്കെ വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം വാർഡ് കൗൺസിലർ ചേരുന്നുണ്ട്. വലിയൊരു ആശങ്കയാണ് ഉണ്ടായത്. നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായത്. അതെ, ഒരു 12 മണിക്ക് ശേഷമാണ് തീ കത്തിയത്. അതും എന്നെയും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഞാൻ ഓടിയെത്തിയത്. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വന്ന് അണയ്ക്കുകയുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടലുണ്ടായി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ വലിയ രീതിയിൽ കറുത്ത പുക ഉയർന്നു വന്നു. അപ്പോൾ അത് സമീപ പ്രദേശത്തൊക്കെ ഇവിടെ പള്ളിയിൽ ഒരു കുർബാന നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ ചുറ്റിനുമൊക്കെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഇത് പുക വലിയ രീതിയിൽ ഉയർന്നു വരുന്നത് കണ്ട് ആ ഒരു ആശങ്കയുണ്ടായി. അതിൻ്റെതായ ഒരു ബഹളവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനുള്ളത്. കാരണം ഇങ്ങനൊരു കാറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തീപിടുത്തം പെട്ടെന്ന് നിയന്ത്രിക്കാനായതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് നിയന്ത്രിക്കാനായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നില്ലേ? അത് ഫോമിലാണ് തീ പിടിച്ചത്. അപ്പം ഇവിടുന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളെ ഇതിൻ്റെ അടുത്തേക്ക് ഇവിടെ പോലീസ് ഉൾപ്പെടെ ഉണ്ട്. അവരാളുകളെ അടുത്തേക്ക് നിർത്തുന്നില്ല. ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫോമിൽ തീ പിടിച്ചത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ചുറ്റിനകത്തുള്ള ഫോമിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കത്തുന്നു. പക്ഷേ ഈ പുക വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. തീർച്ചയായും അതുതന്നെയാണ്. ഈ കണ്ടെയ്നറിന് ഉൾഭാഗത്തുള്ള ഫോമിലാണ് തീ പിടിച്ച് പൂർണ്ണമായും അത് നശിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ കട്ട് ചെയ്യേണ്ടെന്നാണ് തീരുമാനം. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട, അതിനു പകരം ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റാവുന്ന വിധത്തിലാക്കി ഇവിടെ നിന്നും കൊണ്ടുപോകാമെന്നാണ് അധികൃതർ ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ശ്രദ്ധക്കുറവ് ഒരു കട്ട് ചെയ്യുന്നതിലുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപകരണം ഉപയോഗിച്ചപ്പോൾ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം M. മനോജ്, ജനം, കൊല്ലം. ഇപ്പോൾ BJP നേതാവ് PK കൃഷ്ണദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാക് ഭീകരന്മാർക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്, പാകിസ്ഥാൻ വ്യോമകേന്ദ്രങ്ങൾ തകർത്തത്, പാകിസ്ഥാൻ സിന്ദൂറിലൂടെ എന്താണ് ഭാരതം നടത്തിയത് എന്ന് ഇന്ത്യൻ സൈന്യം തന്നെയാണ് തെളിവ് സഹിതം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പാകിസ്ഥാൻ്റെ ചൈന നൽകിയിട്ടുള്ള, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച വിമാനങ്ങൾ തകർത്തതിനെക്കുറിച്ച്, ചൈനീസ് നിർമ്മിതമായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിക്ഷേപിച്ച ഡ്രോണുകളെ തകർത്തതിനെക്കുറിച്ച്, പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനെക്കുറിച്ചും അവരുടെ കൊല്ലപ്പെട്ട ഭീകരവാദികളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇന്ത്യൻ സൈന്യം നേരിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇക്കാര്യത്തിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനെതിരെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംശയം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ്, ഇന്ത്യൻ സൈന്യത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, ഇന്ത്യൻ സൈന്യത്തെ മാർക്സിസ്റ്റ് പാർട്ടി അപമാനിക്കുകയാണ് ചെയ്തത്.
മാത്രമല്ല ഇതുവഴി ഈ പ്രസ്താവന ഇന്ത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇത് പാകിസ്ഥാൻ അനുകൂലമാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന സമയത്ത് പാക് സൈന്യത്തെ പ്രകീർത്തിക്കാനാണ് ഈ MA ബേബി തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന, പാക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നിരുപാധികം പിൻവലിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇതുവഴി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് വ്യക്തമാക്കണം. ഇന്ത്യൻ സൈന്യം കഴിവുകെട്ടവരാണോ, ഇന്ത്യൻ സൈന്യം കളവ് പറയുന്നവരാണോ, എന്താണ് MA ബേബിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ താഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഈ പ്രസ്താവനയിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയും MA ബേബിയും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇത് നഗ്നമായിട്ടുള്ള രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹപരമായ പ്രസ്താവനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മാർക്സിസ്റ്റ് പാർട്ടി നാളിതുവരെ തുടർന്നു വന്ന ഈ ദേശവിരുദ്ധത അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു 3 ചോദ്യമാണ് ചോദിച്ചത്. ഈ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ കടന്ന പഹൽഗാമിലേക്ക് ഈ ഭീകരർ എങ്ങനെ എത്തി? മതം ചോദിച്ച് ഈ ഭീകരർക്ക് ആളുകളെ കൊല്ലാൻ എവിടുന്ന് സമയം കിട്ടി? അതിനുശേഷം അവർക്ക് തിരിച്ചു പോകാൻ എത്ര സമയം കിട്ടിയത്? എങ്ങനെ? ഇതൊരു സുരക്ഷാ വീഴ്ചയല്ലേ? കേന്ദ്രം ഇതിന് മറുപടി പറയേണ്ടതല്ലേ? അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതല്ല. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം എന്ത് നേടി എന്നുള്ളതാണ്. 2, പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഭീകരന്മാർ ഉത്തരവാദികളായവർക്ക് എന്തെങ്കിലും തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചോന്ന്. ഈ 2 ചോദ്യം ഇതാണ് പ്രധാനമായും ചോദിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത്, ആസൂത്രണം ചെയ്തത്, മാത്രമല്ല എന്ത് പ്രത്യാക്രമണമാണ്, ഏത് രീതിയിലെ പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയതെന്നും പാകിസ്ഥാൻ എത്രമാത്രം പ്രഹരമേൽപ്പിച്ചെന്നും തെളിവ് സഹിതമാണ് ഇന്ത്യൻ സൈന്യം ജനങ്ങൾക്കും ഇന്ത്യയുടെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങളുടെ ഫോട്ടോ ഇന്ത്യൻ സൈന്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ കൊല്ലപ്പെട്ട ഭീകരന്മാർ, അവർക്ക് കണ്ടഹാർ വിമാന റാഞ്ചലിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ളവർ, ഇന്ത്യക്കകത്ത് നിരവധി ഭീകര അക്രമങ്ങൾക്ക് ആസൂത്രണം നൽകിയവർ, അവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഊരും പേരും മേൽവിലാസവും എല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം ജനങ്ങൾക്ക് മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ MA ബേബി ഈ സംശയം പ്രകടിപ്പിച്ചത്? ഇത് പാകിസ്ഥാനെ സൈന്യത്തെ പ്രകീർത്തിക്കലും ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിക്കലുമല്ലേ? ഇന്ത്യൻ സൈന്യത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കലല്ലേ ഈ പ്രസ്താവനയിലൂടെ MA ബേബി നടത്തിയിട്ടുള്ളത്? അവിടെ കൊലപാതകം നടത്തിയ ഭീകരർ ഇവിടെ എന്നുള്ളൊരു ചോദ്യമാണ് MA ബേബി പ്രധാനമായും ചോദിച്ചത്. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയണമെന്നാണ് പറയുന്നത്. ഇല്ല, ഇതിന് ഈ പഹൽഗാം കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ടവർ അവരെ പിടികൂടേണ്ടത് വേറെ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ്, ഇതിന് പാക് ഭീകരന്മാരാണ്. ആ പാക് ഭീകരത്താവളമാണ്, 9 പാക് ഭീകരത്താവളമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യം ഇന്ത്യൻ സൈന്യം തകർത്തത്. അതിന് പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായപ്പോഴാണ് 11 പാക് വ്യോമകേന്ദ്രങ്ങൾ തകർത്തത്. അതിന് ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള പാക് വിമാനത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, ഡ്രോണുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്ത് പ്രഹരമാണ് ഇന്ത്യൻ സൈന്യത്തിന് ഏൽപ്പിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ സൈന്യത്തെ പരസ്യമായി അപമാനിക്കുകയല്ലേ ഇവർ ഈ CPM ചെയ്തത്? ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്തത്. IND സഖ്യത്തിന് ഇക്കാര്യത്തിൽ പാക് വിധേയത്വമാണുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പരാതി കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ? തീർച്ചയായും നിയമപരമായിട്ട്
MA ബേബിക്കും മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കുമെതിരെ നിയമപരമായിട്ട് എന്താണ് നൽകാൻ സാധിക്കുക എന്ന് നേതൃത്വം ആലോചിക്കും. ചിറക്കൽ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷനുകൾ പൂട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ ഇവിടെ BJP നേതൃത്വം അറിയിക്കുകയും അതിന് അടിസ്ഥാനത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് നമ്മുടെ ഈ 2 ചിറക്കൽ അതുപോലെ തന്നെ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും അതുപോലെ CPM എടുത്ത നിലപാടുകളെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് PK കൃഷ്ണദാസ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. അനധികൃത ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കലിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിരാശാജനകമെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് ബോർഡുകളടക്കം എല്ലായിടത്തും ഫ്ലെക്സുകളാണ്. ബോർഡ് വയ്ക്കുന്നതല്ല നവകേരളമെന്നും സാഹചര്യങ്ങൾ നിരാശാജനകമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ബോർഡുകൾ പാടില്ലെന്ന് പറയേണ്ടത് സർക്കാരാണ്. സർക്കാരിന് അത് കഴിയുമോ എന്നും കോടതി ചോദിച്ചു. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഇതാദ്യമായല്ല ഫ്ലെക്സ് ബോർഡ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത്. ഇത് ഏത് സാഹചര്യത്തിലായിരുന്നു പുതിയ വിമർശനം? നീലിമ, അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അത് നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി പലവിധ ഇടക്കാല ഉത്തരവുകളിലൂടെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷെ അത് പലപ്പോഴും ഫൈൻ ഈടാക്കുകയും ആദ്യഘട്ടത്തിൽ ഈ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും ഈ ബോർഡുകൾ നിറയുന്ന ഒരു കാഴ്ചയാണ് വഴിവക്കത്ത് ഓരോ ഇടത്തും നമുക്ക് കാണാൻ സാധിച്ചത്. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നും വിമർശനം ഉണ്ടായത്. അതായത് നിരാശാജനകമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണിത്. തെരഞ്ഞെടുപ്പ് ബോർഡുകൾ അടക്കം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ അടക്കം എല്ലായിടത്തും നിറയുന്ന ഒരു സാഹചര്യം. ഇതൊന്നുമല്ല നവകേരളം, ബോർഡ് വയ്ക്കുന്നതല്ല നവകേരളം എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. സർക്കാർ പറയണം ഇത്തരത്തിൽ ബോർഡുകൾ വെക്കേണ്ടതില്ല എന്ന്. സർക്കാർ അത് പറയാനായിട്ട്, അതായത് ബോർഡുകൾ പാടില്ല എന്ന് കർക്കശ സ്വരത്തിൽ പറയാനായിട്ട് സർക്കാരിന് കഴിയുമോ എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എത്ര ബോർഡുകൾ ഇത്തരത്തിൽ സംസ്ഥാനമെമ്പാടും നീക്കം ചെയ്തു എന്നും ഫൈൻ ഈടാക്കിയെന്നും ഇതുവരെയുള്ള നടപടി റിപ്പോർട്ടുമാണ് ഇനി അടുത്ത ഘട്ടത്തിൽ, അടുത്ത തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഹാജരാക്കണം. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം തദ്ദേശ സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കോടതി ഉത്തരവുകൾ വന്നതിന് ശേഷവും ഫ്ലെക്സ് ബോർഡുകൾ എല്ലായിടത്തും നിറയുന്ന സാഹചര്യം ഉണ്ടെന്നും സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർ ആണ് ഇത്തരത്തിൽ ബോർഡുകൾ വെക്കുന്നതെന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നടപടിയെടുക്കാൻ വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പേരുള്ള ബോർഡുകളായതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അത് അവർക്ക് ഭയമുണ്ടാക്കുന്നു എന്നുള്ള പരാമർശം കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും തന്റെ മുഖം ഓരോ ഫ്ലെക്സ് ബോർഡിലും വരരുതെന്ന് ഓരോ ഉദ്യോഗസ്ഥനും വിചാരിക്കണമെന്ന് കൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. എന്തായാലും ഫ്ലെക്സ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ഉണ്ടായ വിഷയത്തിലും അതിലും ഹൈക്കോടതി ചില വിമർശന രൂപേണയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. MG റോഡിൽ പത്മ ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടറെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ചുവെന്നാണ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് അടക്കം ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും MG റോഡിൽ അടക്കമുള്ള ഈ വെള്ളപ്പൊക്കത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ള ചില റോഡുകൾ തകർന്ന ഒരു സംഭവമുണ്ട്. അക്കാര്യത്തിൽ CSML 10 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി ചെയ്തു തീർക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ അടുത്ത ആഴ്ചയാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. നീലിമ. ശരി രേഷ്മ, അനധികൃത ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കലിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം. സംഘം പൂർത്തിയാക്കി മടങ്ങിയത്. CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ്
ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ശക്തി और संयम इन दोनों ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. പാകിസ്ഥാനെ തകർക്കാൻ കരുത്തുണ്ടായിട്ടും ഭാരതം സംയമനം പാലിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ലെന്നും ഭീകരവാദത്തിനൊപ്പം നിന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ് ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शक्ति और संयम इन दोनों का समन्वय का हमने दुनिया के सामने एक शानदार उदाहरण पेश किया है. हम और कुछ कर सकते थे, लेकिन संयम भी बरता है. तो शक्ति और संयम दोनों का एक शानदार उदाहरण हमने दुनिया के सामने पेश किया है. हमने पाकिस्तान के साथ अपने इंगेजमेंट और स्कोप ऑफ डायलॉग को रिकैलिब्रेट किया है. अब जब भी बात होगी केवल आतंकवाद पर बात होगी, POK पर बात होगी और किसी दूसरे मुद्दे पर पाकिस्तान के साथ बात नहीं होगी. പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ദേശീയ സുരക്ഷയ്ക്കും മേക്ക് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചു. യുദ്ധവിമാനങ്ങളിലും മിസൈൽ സംവിധാനത്തിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം സംഘം പൂർത്തിയാക്കി മടങ്ങിയത്. അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സർവകക്ഷി പാർലമെന്ററി സംഘം കുവൈറ്റിലെത്തിയത്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകകമാന നിലപാട് ആഗോള സമൂഹത്തിനു മുന്നിൽ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളടങ്ങിയ സംഘം സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയത്. BJP MP ബൈജയന്ത് പാന്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ, അസറുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ, സത്ന സിംഗ് സന്ധു, ഹർഷ് ശൃംഗള എന്നിവരും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയുമായി ഔപചാരിക കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ദൃഢവും വ്യക്തവുമായ നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ഭരണകൂടം, മാധ്യമങ്ങൾ, പ്രവാസി സമൂഹം തുടങ്ങി എല്ലാ തലങ്ങളിലും ശക്തമായി പ്രകടമാക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ സംഘം 250 വർഷത്തെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദം എന്ന പ്രദർശനം, മസ്ജിദുൽ കബീർ, കുവൈറ്റ് ടവർ തുടങ്ങിയ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലും എത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുമായി സംവദിക്കുകയും മാധ്യമപ്രവർത്തകരുമായി പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടത്തപ്പെട്ട ഈ സന്ദർശനം കുവൈറ്റിലെ പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പുള്ള പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചതായി സംഘം അറിയിച്ചു. ജനം, കുവൈറ്റ്. കോഴിക്കോട് ബീച്ചിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കോഴിക്കോട് ബീച്ച് പുതിയ കടവിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 2 നാടോടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, വിവരങ്ങൾ. നീലിമ, നിലവിൽ പിടിയിലായിരിക്കുന്ന തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നാടോടികളായിട്ടുള്ള ശ്രീനിവാസൻ, ലക്ഷ്മി, ഇവർ കർണാടക സ്വദേശികളാണ് എന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ശ്രീനിവാസൻ, നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ശ്രീനിവാസനെതിരെ വിവിധ ജില്ലകളിൽ 5ഓളം കേസുകളുണ്ട്.
മോഷണം, പിടിച്ചുപറി എന്ന് തുടങ്ങിയതാണ് ശ്രീനിവാസനെതിരെ നിലനിൽക്കുന്ന കേസുകൾ. മാത്രമല്ല ഈ രണ്ടു പേരും, അതായത് ശ്രീനിവാസൻ, ലക്ഷ്മി, ഈ രണ്ടു പേരും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഈ രണ്ടു പേരെയും ഈ വെള്ളയിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് പിന്നിൽ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റേതെങ്കിലും സംഘമുണ്ടോ, എന്തായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തങ്ങൾ കർണാടക സ്വദേശികളാണെന്നും ശ്രീനിവാസൻ ലക്ഷ്മി എന്നാണ് പേര് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് ഇവർക്ക് പിന്നിൽ മറ്റ് ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതായത് ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ സംഘം തന്നെയാണ്. ഈ സംഘത്തിന് കോഴിക്കോട് മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആളുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ വ്യക്തതയില്ല. അതിനൊക്കെ ആയിട്ട് തന്നെ ഈ രണ്ടുപേരെയും, ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ബീച്ച് പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 7 വയസ്സുകാരനെ ഈ കർണാടക സ്വദേശികളായിട്ടുള്ള ഈ ലക്ഷ്മി, ശ്രീനിവാസൻ, ഇവർ രണ്ടുപേരും ചേർന്ന്, ഈ സ്ത്രീ ചേർന്ന് ചാക്കിലാക്കി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ഈ 7 വയസ്സുകാരൻ അവിടെ നിന്ന് കുതറി മാറി നാട്ടുകാരെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് എത്തുന്നതും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും ഒക്കെ തന്നെ. എന്തായാലും ഈ സംഭവത്തോടെ വലിയ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. കാരണം ആ പ്രദേശത്തൊന്നും തന്നെ മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമാണ്. ഒരു 7 വയസ്സുള്ള ചെറിയൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇവരെ കയ്യിൽ ചാക്കുണ്ടായിരുന്നു. ചാക്കിനകത്ത് കത്തി, പിന്നെ റോസാപ്പൂ, മിഠായികളടക്കം ഈ ചാക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവരെ ചോദ്യം ചെയ്ത് ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് ആളുകളൊക്കെ തന്നെ ഈ പരിസരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. നീലിമ. ശരി, കോഴിക്കോട് ബീച്ചിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു. അനഘയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്തേ.